എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ മത്തി എടുത്തിട്ടുണ്ട്, 8 മത്തി എടുത്തിട്ടുണ്ട്. നല്ല നെയ്യുള്ള മത്തിയാണ്. കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുള്ളൊരു മാരിനേഷനാണ്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് അങ്ങ് ഹാർഡാകുന്നവരെ വറക്കണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ മത്തിയിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി എണ്ണ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇതേ എണ്ണയിലാണ് നമ്മളിനി വഴറ്റിയെടുക്കാൻ പോകുന്നത് ഉള്ളിയൊക്കെ. ഈ മത്തിയുടെ ഒത്തിരി നെയ്യിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിൽ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഉണ്ടമുളക് നല്ല എരിയായിരുന്നു, അപ്പം എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാൻ മറക്കരുത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിന് മുൻപ് അയില പൊള്ളിച്ചതും അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്, എല്ലാവരും കണ്ടു നോക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ എണ്ണയൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1 നുള്ള് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചാണ്. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഉലുവാപ്പൊടി 1 നുള്ള് ചേർത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പഴുത്തതും കൂടെ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്തില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താലും മതി, ഒരു 1/4 കപ്പ്. ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ട് നമ്മളൊരു അലുമിനിയം ഫോയിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ഈ വാഴയില ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട് വാട്ടിയാലും. അപ്പം പകുതി മസാല നമ്മളതിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം മത്തി കഷ്ണങ്ങൾ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റാണ് ഇത് ചെയ്യുന്നത്. ഒരു വലിയ പാക്കറ്റും പിന്നെ 2 എണ്ണമുള്ള ഒരു ചെറിയ പാക്കറ്റുമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. 6 മത്തി നമ്മളിതിൽ വെക്കുന്നുണ്ട്. ബാക്കി 2 മത്തി മറ്റേ പാക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. മത്തി നിരത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല അതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നാട്ടിൽ വലിയ വാഴയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില വെട്ടിയിട്ട് ഒന്ന് വാട്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്ത് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊതിയാനായിട്ട് വാഴനാര് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നൂല് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അലുമിനിയം ഫോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂലൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ റാപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം നമുക്കിനി ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 180, അതായത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഇത് വരിക. അപ്പോൾ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. വേറെ കറികളൊന്നും വേണ്ട, വേറെ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഇത് 2 പൊതികളും ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മൾ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു മസാലയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആ നെയ്യിൽ ഉണ്ടാക്കിയതുകൊണ്ട്. ഈ മത്തി ഇവിടെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടിയതാണ്. നല്ല നെയ്യുള്ള നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. നാട്ടിൽ നിന്ന് വന്ന മത്തിയല്ല, വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള മത്തിയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മത്തി വെച്ചിട്ട് മാത്രമല്ല, അയില വെച്ചിട്ടോ നിങ്ങൾക്ക് ഏത് മീനാണ് കിട്ടുന്നത്, ഇത് പൊടി മീനായാലും ഇതേ രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.
വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല ലെവൽസ് ഉണ്ട്, പല പല ക്ലാസ്സസ് കിട്ടും. അതായത് ബേക്കിംഗ് ക്ലാസ് ഉണ്ട്, പ്ലം കേക്ക് ബേക്കിംഗ് ഉണ്ട്, പിന്നെ ഡയറ്റ് റെസിപ്പീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. മെമ്പേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ടാവുക ആ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യുന്നവർക്ക്. അപ്പോൾ വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്